പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. നിലമ്പൂർ മമ്പാട് സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 3 വയസ്സുകാരൻ മരിച്ചു. മമ്പാട് നടുവക്കാട് ചീരക്കുഴിയിൽ ഷിജുവിന്റെ മകൻ ധ്യാൻദേവാണ് മരിച്ചത്. സ്കൂട്ടറിന്റെ ബ്രേക്ക് നഷ്ടമായതാണ് അപകട കാരണം. വിവരങ്ങളുമായി വിപിൻ സി വിജയനാണ് ചേരുന്നത്. വിപിൻ, ഈ അപകടത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിവരങ്ങളുമായി ചേരുന്നത് വിപിൻ സി വിജയനാണ്. വിപിൻ, ഈ വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതെ ക്രിസ്റ്റീന, 3 വയസ്സുകാരന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെയാണ്, ഇന്നിപ്പോൾ നബിദിനത്തോടനുബന്ധിച്ച് ഒരു യാത്ര പോയതായിരുന്നു. ഇവിടെ ആമസോൺ പോയിന്റ് എന്നുള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അത് കാണുന്നതിന് വേണ്ടിയാണ് കുടുംബവുമായി പോയത്. ഷിജുവിന്റെ മകൻ ധ്യാൻദേവാണ് മരിച്ചത്. ഷിജുവിന്റെ സഹോദരനായിട്ടുള്ള ഷിനോജാണ് ഈ സ്കൂട്ടർ ഓടിച്ചിരുന്നത്. സ്കൂട്ടറിൽ 3 കുട്ടികളും അടക്കം 5 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഷിനോജിന്റെ ഭാര്യ ശ്രീലക്ഷ്മിയും മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 36 വയസ്സുള്ള ശ്രീലക്ഷ്മിയും മരിച്ചിരിക്കുന്നു. ഈ സ്കൂട്ടർ അപകടത്തിൽ 2 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 3 വയസ്സുള്ള കുഞ്ഞും അതുപോലെ തന്നെ ശ്രീലക്ഷ്മി 36 വയസ്സുള്ള ഷിനോജിന്റെ ഭാര്യയും മരിച്ചിരിക്കുന്നു. ഷിനോജിനും തോളലിനടക്കം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ മമ്പാടിൽ നിന്ന് ആമസോൺ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോയതായിരുന്നു ഈ 5 പേര്, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പോയത്. അപ്പോൾ സ്കൂട്ടറിന്റെ നിയന്ത്രണം ഒരു ഇറക്കത്തിൽ വെച്ച് നഷ്ടപ്പെടുകയായിരുന്നു. അങ്ങനെ ഇത് മറിയുകയായിരുന്നു. അതിലാണിപ്പോൾ 2 പേർ മരിച്ചിരിക്കുന്നത്. ഇവരുടെ മൃതദേഹം ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം. ക്രിസ്റ്റീന, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു വിപിൻ സി വിജയൻ.